ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. വന്ദേ മദനഗോപാലം രാസലീലാസമുദ്യതം യമുനാപുളിനാവാസം ഗോപീജനസമാവൃതം. ഭാഗവതത്തിന്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ളതും ആ മധ്യഭാഗമായിട്ടുള്ള ദശമസ്കന്ധം, ആ ദശമസ്കന്ധത്തിലും മധ്യമായിട്ടുള്ള രാസപഞ്ചായി, രസോവൈ സഹ എന്ന് പറയും. രാസം എന്നുള്ളത് അവനെ അറിയലാണ് എന്ന് പറയാം. രസോവൈ സഹ, അവനെ അറിയുമ്പോൾ കിട്ടുന്നതായിട്ടുള്ള ആനന്ദമാണ് യഥാർത്ഥത്തിലെ രാസം. അങ്ങനെയുള്ള ആ രാസലീലയില് നമ്മള് ഇന്ന് ഏറ്റവും വിശേഷപ്പെട്ടതായിട്ടുള്ള, അല്ലെങ്കിൽ ഭക്തിയുടെ മൂർത്തിമൽ ഭാവത്തിലേക്ക് എത്തുമ്പോൾ എല്ലാം വിട്ട് ആ പരമ ചൈതന്യം മാത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി അത് തന്നിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടി കൊണ്ട്, അല്ലെങ്കിൽ ആ കണ്ണനെ കാണുവാൻ വേണ്ടിയിട്ട് കലർപ്പില്ലാത്ത ശുദ്ധമായിട്ടുള്ള മനസ്സോടു കൂടിയിട്ടുള്ള ഗോപികമാരുടെ ഒരു വലിയൊരു കൂട്ടക്കരച്ചിലാണ് ഇവിടെ. കണ്ണനെ അന്വേഷിച്ച് പല വിധത്തിൽ നടന്നു, പല സ്ഥലങ്ങളിലും അവർ നടന്നു. അപ്പോഴൊക്കെ അവർക്കറിയാം യഥാർത്ഥത്തിൽ എന്താണ് അവരന്വേഷിക്കുന്ന, അവരുടെ മനസ്സ് പോലും നിയന്ത്രിക്കുന്നത് ആ കണ്ണനാണ് എന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് അറിയാം അവിടെ. അപ്പോ അവര് പുല്ലിലും കല്ലിലും മണ്ണിലും എല്ലായിടങ്ങളിലും ഈ കണ്ണന്റെ ഒരു പ്രഭാവത്തെ കണ്ടപ്പോൾ അവർ വിചാരിച്ചു, ഇനി അവർക്ക് യഥാർത്ഥത്തിൽ കണ്ണനെ കാണുക എന്നുള്ളതിനേക്കാൾ ഉപരി എന്താണ്, കണ്ണൻ ഞങ്ങളെ കാണണം, കണ്ണൻ ഞങ്ങളെ കാണണം. അതിനു വേണ്ടിയിട്ട് മരങ്ങളോട് ചോദിച്ചു. മരങ്ങളെ ഇത്ര തഴുത്ത് വളർന്നു വരുമ്പോഴത്തേക്കും അതിലൂടെ ആ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള എന്താണ്, ഒരു പുല്ല് അല്ലെങ്കിൽ ഒരു കരിയില പോലും ഒന്ന് അനങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകില് ആ കണ്ണന്റെ ഒരു ശക്തി, ആ കണ്ണൻ അവിടെ ഉണ്ട്, പൂർണ്ണമാണ് എന്നുള്ളത് അവർക്ക് ഉറച്ച വിശ്വാസമായിരുന്നു. അതുകൊണ്ട് ഈ പരിഭവങ്ങള് എങ്ങനെയാണോ ഇനി കുറച്ചുകൂടി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഭ്രമരത്തിനോട് പറയുന്ന ഇവരുടെ ഒരു വേദനാജനകമായിട്ടുള്ള അവരുടെ ആ ഒരു സാമീപ്യമുണ്ട്. ആ വണ്ടിനോട് അവർക്കുണ്ടാകുന്നതായിട്ടുള്ള വികാരങ്ങളെ ഭ്രമിപ്പിക്കുന്നത്. അപ്പൊ അതുപോലെ ഇവിടെ ശരിക്ക് ആ കണ്ണൻ ഇത് കേൾക്കണം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ കണ്ണൻ ഞങ്ങളെ കാണണം എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ ഉള്ളിലെ എന്തെങ്കിലുമൊക്കെ ഒരു മാലിന്യങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ കണ്ണ അവിടുന്ന് അല്ലാതെ ഇതിനെ മാറ്റാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ചരാചരങ്ങളുടെ ഉള്ളിലും കണ്ണനുണ്ട് എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് അവര് ഉറച്ച ഭക്തിയോടുകൂടി അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പേടിയില്ല. പേടിയുണ്ടെങ്കിൽ അങ്ങനെ പോകാൻ പറ്റുമോ? ഇല്ല. അപ്പം അവർക്ക് പേടിയില്ലാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തില് അവർക്കിതാ ആ കുറ്റാക്കൂര് ഇരുട്ടത്താണെങ്കിൽ പോലും അവർക്ക് പാമ്പിനെയോ അല്ലെങ്കിൽ ആ ഘോര മൃഗങ്ങളെയോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ലൗകികമായിട്ടുള്ള വിഷമങ്ങൾ കൊണ്ടായിട്ടുള്ള ഒരു വേദനയല്ല അവിടെ യഥാർത്ഥത്തിൽ. പിന്നെ എന്താണ്, ഞങ്ങൾ എന്തെങ്കിലും ഒരു അവിവേകം ആ കണ്ണനോട് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങളെ ഇന്ന് നയിച്ചു കൊണ്ടുപോകുന്നത് ആ കണ്ണനാണെന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ടാണ് അവരെല്ലാം വിട്ട് ഭർത്താക്കന്മാരെയും ബന്ധുക്കളെയും പുത്രന്മാരെയും എല്ലാം സകലതിനെയും ഒഴിവാക്കിയിട്ട് ആ കണ്ണനോട് ചേരുവാൻ വേണ്ടി വന്ന അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അപ്പം അവർക്കിനി ആശ്രയം വേറൊരു സ്ഥലം ഇല്ല. അപ്പൊ ഇനിയിപ്പം ഭർത്താക്കന്മാരുടെ അടുത്ത് ചെന്നാലും പുത്രന്മാരുടെ അടുത്ത് ചെന്നാലും കണ്ണനെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ എവിടെ ചെന്നാലും ഒരുപോലെയാന്നുള്ളത് അവർക്കറിയാം. അങ്ങനെ ആ കണ്ണൻ
ഞങ്ങളുടെ ഈ ദുഃഖം അറിയണം. ഞങ്ങളുടെ ഈ ദുഃഖം, ഞങ്ങൾക്ക് എന്താണ് ഞങ്ങളുടെ അഹങ്കാരം എന്നുള്ളത് അവിടുന്ന് മാറ്റി തരുവാൻ വേണ്ടിയിട്ട് കണ്ണൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്നുള്ള ഒരു വേദനാജനകമായിട്ടുള്ള കാര്യം തന്നെയാണ്. യഥാർത്ഥത്തില് എന്താണ് ഇവിടെ ആ അവർക്ക് കണ്ണനിലുള്ള ആ ഒരു പൂർണ്ണ വിശ്വാസം പിന്നീട് ഒരു സൗഭഗ മതമായിട്ട് അങ്ങ് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഭഗവാൻ മനസ്സിലാക്കിയത് ഈ ഒരു മതം അവർക്ക് ഇല്ലാണ്ടാക്കണം. അവർക്ക് വേണ്ടതായിട്ടുള്ള, അവർ ആഗ്രഹിച്ചതായിട്ടുള്ള, ഏത് രീതിയിലും ആഗ്രഹിക്കാം അല്ലെ. ശിശുപാലൻ ദേഷ്യം കൊണ്ട് ആഗ്രഹിച്ചു ഭഗവാനെ, ഒന്നിൽ തന്നെ അവിടുന്ന് അല്ലെ ചിന്തിച്ചു. ഇവിടെ ഇവരെന്താണ് ശരിയെ, ഇവരെ ലൗകികമായിട്ടുള്ള ആ എന്താണ് ശരീര സൗന്ദര്യത്തെയും കൂടി അല്ലെങ്കിൽ കാമപരവശമായിട്ട് തന്നെ അവര് ആ ഭഗവാനെ അവിടുന്ന് സ്വീകരിച്ചപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഏന കേന പ്രകാരേണ മനകൃഷ്ണേ നിവേശേ. ഏത് പ്രകാരത്തിലാണോ ഭഗവാനെ അവിടുന്ന് സ്വീകരിക്കാൻ സാധിക്കുന്നതെങ്കിൽ ഭഗവാൻ അവിടുന്ന് യാതൊരു സംശയവുമില്ല. എല്ലാരും ഭഗവാൻ ഒരുപോലെയാ. നമുക്കാണ് ഭഗവാൻ എന്തോ എന്നോടൊരു പ്രിയം കൂടുതലുണ്ടോ എന്നൊരു തോന്നൽ വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ബുദ്ധി കുറവുകൊണ്ടാണ്. ഇത് തന്നെയാണ് ആർക്കും സംഭവിച്ചത്, ഈ ഗോപികമാർക്കും സംഭവിച്ചത് തന്നെയാണ്. ഗോപികമാർക്ക് അറിയാം എല്ലാവരെയും നയിച്ചുകൊണ്ട് പോകുന്നതും എല്ലാവരുടെ ഉള്ളിലും നയിച്ചുകൊണ്ട് പോകുന്നതായിട്ടുള്ള കണ്ണൻ ഒന്നാണെന്നുള്ളത് അറിയാമെങ്കിൽ പോലും എന്തോ ഞങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ കണ്ണൻ ഞങ്ങളുടെ അടുത്ത് വന്നു, ഞങ്ങളോട് പാടി, ഒത്തുകൂടി, ആലിംഗനം ചെയ്തു, ചേഷ്ടകൾ കാണിച്ചു, ഞങ്ങളെ രമിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെ. സുരതനാഥയ, ആ സുരതനാഥൻ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്ക്? കാമോദ്ദീപമായിട്ടുള്ള എന്ത് സന്തോഷത്തെയും തരുന്നതായിട്ടുള്ള കണ്ണൻ. അപ്പൊ ഞങ്ങക്ക് എല്ലാം തന്നു. ഞാൻ ആഗ്രഹിച്ചതെല്ലാം, എനിക്ക് കണ്ണന്റെ കൂടെ കിടക്കണം, കണ്ണന്റെ കൂടെ ഇരിക്കണം, കണ്ണനെ ആലിംഗനം ചെയ്യണം, ഇതെല്ലാം വേണ്ട പോലെ നമുക്ക് തന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി? ഞങ്ങൾക്ക് മാത്രമെന്നായി കണ്ണൻ എന്ന്, അല്ലെങ്കിൽ ഞങ്ങളാണ് ഏറ്റവും വിശേഷപ്പെട്ടതായിട്ടുള്ള സുന്ദരികള്, സ്ത്രീകള്, അല്ലെങ്കിൽ ഭാഗ്യവതികള് എന്നുള്ള ഒരു ചെറിയ മതം ഇവരുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും എന്തായി? ആ മതം ഒരിക്കലും ഭക്തന് ചേർന്നതല്ല എന്ന് പറയുമ്പോഴാണ് ഇതിന്റെ കാഠിന്യം വർദ്ധിക്കുക അല്ലെ. ഇത്രയും അതുകൊണ്ടാണ് നമ്മൾ ഈ ഐശ്വര്യം ഒക്കെ നമ്മൾക്ക് വരുമ്പോഴേക്കും നമ്മൾ എന്താണ്, നമ്മൾ വീണ്ടും 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 പേടിക്കുകയാണ് വേണ്ടത്. ഇനിയിപ്പോ ഗോപികമാരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ അവസാനം അവര് ആ സത്സംഗത്തിൽ കാണുമ്പോൾ പറയുന്നുണ്ട്, ആസാമഹോ ചരണ അല്ലെ. അവിടെ പറയുന്നുണ്ട്, കണ്ണ അവിടുത്തെ ആ ചരണങ്ങള് ഞങ്ങളുടെ ഈ ഹൃദയത്തിൽ ഒന്ന് സ്മരിക്കാനുള്ളൊരു അനുഗ്രഹം, ആ ഒരു അനുഗ്രഹം മാത്രം മതി ഞങ്ങൾക്ക് കാണണമെന്നോ അടുത്തിരിക്കണമെന്നോ ഒന്നുമില്ല. അവര് ആ എന്താണ് സത്സംഗത്തിൽ അവിടെ കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരെയും കണ്ണൻ കണ്ട സമയത്തും കണ്ണൻ എന്തായി? ഇവര് ഒരു സ്ഥലത്ത് മാറിയിരുന്നുകൊണ്ട് ആ കണ്ണനെ അവിടുന്ന് വീക്ഷിക്കുകയാണ് ഉണ്ടായത്. അച്ഛന്റെ അടുത്ത് പോകുന്നതും അമ്മയുടെ അടുത്ത് പോകുന്നതും ദേവകി വസുദേവന്മാരുടെ അടുത്ത് പോകുന്നതും ഒക്കെ അവര് കണ്ടുകൊണ്ടിരുന്നുള്ള അല്ലാതെ അവർക്ക് അങ്ങോട്ട് ഞങ്ങളുടെ കണ്ണനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് പോകാൻ അവർക്ക് തോന്നിയിട്ടില്ല അവിടെ. അതിനു മുമ്പ് തന്നെ ഭഗവാൻ എന്ത് ചെയ്തു? എല്ലാം അവരിലുള്ള എല്ലാ മാലിന്യങ്ങളെയും അവിടെ മാറ്റി. അവര് പരമശുദ്ധകളായിട്ട് അവിടെ ഇരുന്നപ്പോഴാണ് ഭഗവാൻ അവിടെ ആ ഒരു ഏകാന്ത സ്ഥലത്ത് ചെന്ന് ആ ഗോപികമാരെ അവിടുന്ന് അനുഗ്രഹിക്കുന്നത്. അപ്പോഴേ പറഞ്ഞു, കണ്ണാ ഞങ്ങൾക്ക് അവിടുത്തെ ഒന്ന് സ്മരിക്കാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് ഉണ്ടാവണം. അവിടുത്തെ പാദരേണുക്കള്, ഈ ലോകത്തിന്റെ തന്നെ എല്ലായിടങ്ങളിലുമുള്ള ദുഃഖങ്ങളെ ഇല്ലാണ്ടാക്കുന്ന ആ പാദങ്ങളെ നമ്മുടെ മനസ്സിൽ കാണാൻ തോന്നിക്കണേ. വേറെ ഒന്നും ഞങ്ങൾക്ക് ആഗ്രഹമില്ല എന്നവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഒക്കെ എപ്പോഴാണ്? ഇങ്ങനെയുള്ള ഈ ഒരു സൗഭഗ മതം എന്റെ ഭക്തന്മാർക്ക് ഒരിക്കലും ചേർന്നതല്ല എന്ന് ഭഗവാൻ ഉറപ്പിച്ചുകൊണ്ട് ആ എന്താണ് ഭഗവാനപിതാരാത്രി ചരിതോദ്ഭുള്ള മല്ലിക യോഗമായ ഉപാശ്രിത, ആ യോഗമായേ അവിടെ സ്വീകരിക്കുന്നത് തന്നെ എന്തിനു വേണ്ടായിരുന്നു? ഭഗവാനെ ഉറപ്പിച്ചു തന്നെയാണ്. ഇവിടെ ഈ ഗോപികമാരെ രമിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ഈ ശരത്കാലത്ത് ഈ രാത്രിയിലെ പൂർണ്ണചന്ദ്രൻ ഉദിച്ചുകൊണ്ടിരിക്കുന്ന നിലാ വെളിച്ചത്തില് അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം തന്നെയായിരുന്നു. അപ്പം അവര് വരുമ്പോഴത്തേക്കും അവരെ വേഗം പറഞ്ഞു വിടുക എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാല് ഇത് തന്നെയല്ല. ഹേമന്തത്തിൽ 1 മാസം നീണ്ടു നിന്നതായിട്ടുള്ള അവരുടെ തീവ്രമായിട്ടുള്ള അവരുടെ ഒരു ഭജനം അല്ലെ, അവരുടെ ഒരു ആരാധന, അമ്മയെ പൂജിച്ചുകൊണ്ട് അമ്മയോട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള അവരുടെ ആഗ്രഹം അന്ന് പറഞ്ഞു അല്ലെ. നിങ്ങൾക്ക് ആ വസ്ത്രാഭിഷേകം ചെയ്ത സമയത്ത് വസ്ത്രങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അന്ന് ഭഗവാൻ ഒരു വാക്ക് കൊടുത്തു. എന്താണ്? നിങ്ങൾക്ക് ഞാൻ ഒരിക്കൽ ഒരു ശരത്കാലം ആയിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ തുള്ളിക്കോളാം അല്ലെ, ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ
നിങ്ങൾക്ക് എന്നും നിങ്ങളുടെ കൂടെ രമിക്കാൻ, രാസലീല ചെയ്യുവാൻ വേണ്ടി ഞാൻ ഉണ്ടാകും. അതിന് നിങ്ങൾ തയ്യാറായിട്ടിരുന്നോളൂ എന്നുള്ള ആ ഒരു വാക്ക്, ആ വാക്ക് ഭഗവാന് അത് പാലിച്ചു കൊടുത്തേ സാധിക്കുള്ളൂ. അപ്പം ഇവിടെ യഥാർത്ഥത്തില് ഈ ഗോപികമാര് എന്നുള്ളത് നമ്മൾ എപ്പോഴും ചിന്തിക്കുക, പല രീതിയിലും നോക്കിക്കഴിഞ്ഞാൽ പോലും അവിടെ ഒരു ലൗകികമായിട്ടുള്ള ഒരു മാനുഷിക പരിവേഷം കൊടുത്തുകൊണ്ട് നമുക്ക് ഇതിനെ കണ്ടു കഴിഞ്ഞാല് യഥാർത്ഥമായിട്ടുള്ള ഗോപികളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ആരാണ് ഗോപികമാര്? ഗോപ്യസ്തു ശ്രുതയോ ജ്ഞേയാ ഋചോ വൈ ഗോപകന്യകാഹ ദേവകന്യാശ്ച രാജേന്ദ്ര തപോയുക്താമൂക്ഷവാൻ. അവിടെ ആ പത്മപുരാണത്തിലൊക്കെ പറയുന്നുണ്ട്, വേദങ്ങള്, ഋഷികള്, അതുപോലെ തന്നെ ദേവകന്യകമാര്, ഇവരായിരുന്നു യഥാർത്ഥത്തില് ആ കൃഷ്ണാവതാര സമയത്ത് ഗോപികളായിട്ട് അവിടെ ഭഗവാന്റെ കൂടെ അവിടെ അന്ന് അവതരിച്ചിരുന്നത്. സർവേ വേദ കലോഘോരെ ഗോപീഭൂത സമന്തത രംസ്യന്തേഹി മയാ സാർദ്ധം ത്യക്വാ ഭൂമണ്ഡലം നദാ. ഭവിഷ്യപുരാണത്തില്, പത്മപുരാണത്തില് ഒക്കെ വിശേഷമായിട്ട് പറഞ്ഞത് ഇനി അത് തന്നെയല്ല, പട്ടേരിപ്പാട് പറഞ്ഞിട്ടില്ലേ, എന്താണ്? ആവീതം നാരദാദ്യൈ വിലസതുപനിഷൽ സുന്ദരീ മണ്ഡലൈശ്ച. ആ ഒരു പ്രയോഗം തന്നെ എത്ര സ്പഷ്ടമാക്കുന്നു അവിടെ. അപ്പം ഈ ഗുരുവായൂരപ്പൻ പട്ടേരിപ്പാടിന് ദർശനം അരുളിയതും, അതുപോലെ തന്നെ ഈ ഉപനിഷത്ത് സുന്ദരിമാർ ചുറ്റപ്പെട്ടതായിട്ടുള്ള ആ വേണുഗോപാല രൂപത്തില് ഇരുന്നു കൊണ്ടാണ് യഥാർത്ഥത്തില് നാരായണീയത്തിന്റെ ആ 100-ാം ദശകം അല്ലെ അവിടുന്ന് എഴുതാൻ സാധിച്ചത്. ആ 100-ാം ദശകത്തില് ആ പ്രഥമ ശ്ലോകത്തില് ആവീതം നാരദാദ്യൈ വിലസത് ഉപനിഷത് സുന്ദരി മണ്ഡലീശ്ച, ഇങ്ങനെ ആ ഉപനിഷത്തുക്കളാണ് ഇവിടെ സുന്ദരികളായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ഈ ഉപനിഷത്തുകൾ ആയിട്ടുള്ള സുന്ദരികൾക്ക് അവർക്ക് എങ്ങനെയാണ് ഈ മാനുഷികമായിട്ടുള്ള ഒരു പരിവേഷം കൊണ്ട് ലൗകികമായിട്ടുള്ള രീതിയിലേക്ക് ഇതിനെ എടുക്കാൻ സാധിക്കുക? അപ്പം ആ ഒരു തീവ്രമായിട്ടുള്ള ഒരു ഭക്തിയിലേക്ക് ഉയർത്തിക്കൊണ്ടു പോവുകയാണ് യഥാർത്ഥത്തിൽ ഈ ഗോപിക ഈ രാസക്രീഡ എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള ആ അവരുടെ എല്ലായിടങ്ങളിലും അന്വേഷിച്ച് എങ്ങും പോയിട്ടും ആ ഭഗവാനെ അവർക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം എന്താണ്, ഉള്ളില് വല്ലാത്തൊരു വിഷമം, തങ്ങൾക്ക് ഈ ഒരു അനുഭവം കിട്ടാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് അനുഭവിക്കാൻ യോഗമില്ലേ എന്നുള്ള ഒരു രീതി കൊണ്ട് എല്ലാവരും ഒരുപോലെ അവിടെ ഒരാളെന്നുള്ളതല്ല അവിടെ, പിന്നെ എന്താണ്, എല്ലാവർക്കും ഒരേ മനസ്സാണ്. ഞങ്ങൾക്ക് ആ കണ്ണനെ ഒന്ന് ചേർത്ത് നിർത്താൻ, ആ കണ്ണനെ ഒന്ന് ഞങ്ങൾക്ക് സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ട് ഇനി ഞങ്ങൾ എന്ത് കാര്യമാണ് ചെയ്യേണ്ടത് എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് അവര് എല്ലാവരും കൂടി ആ യമുനയുടെ മടുത്തട്ടിൽ അവിടെ കിടന്നുകൊണ്ട് അവര് ആ ഭഗവാനെ അവിടുന്ന് വിളിച്ച് എന്താണ് കരഞ്ഞുകൊണ്ട് അവിടുന്ന് വിളിക്കുകയാണ്. ആ ഗോപികാഗീതം എന്നുള്ള 19 ശ്ലോകം. ആ 19 ശ്ലോകങ്ങളിലും ഓരോ ശ്ലോകങ്ങളിലും എന്താണ് ഇവരുടെ ആ ഭക്തിയുടെ മൂർത്തിമൽ ഭാവം കാണാൻ സാധിക്കും. എങ്ങനെയാ മൂർത്തിമൽ ഭാവം എന്ന് പറഞ്ഞാല് അത്ര കണ്ട് കണ്ണന്റെ ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അവർക്ക്. കണ്ണൻ ആരാണെന്നുള്ളത് അവര് ഒന്നുകൂടി ഒന്ന് ഉത്ബോധിപ്പിക്കുകയാണ്. ശരിക്കും അവരെ തന്നെ പറഞ്ഞു മനസ്സിലാക്കുകയാണ് അല്ലെ. ആദ്യത്തെ ഇതിൽ തന്നെ എന്താണ്, ജയതിതേധികം ജന്മനാവ്രജ ശ്രയത ഇന്ദിരാ ശശ്വതത്രഹി ദൈതദൃശ്യതാം ദിക്ഷു താവകാസ്ത്വയി ധൃതാസ്തവ ത്വാം വിചിന്വതേ. ദയിത എന്നാണ് ആദ്യത്തെ സംബോധന തന്നെ. ഹേ ദയിത എന്ന് പറഞ്ഞാലോ എല്ലാവരിലും ദയുള്ളവനെ എന്നുള്ളതാണ് അവിടെ. തങ്ങളെ മാത്രം ഇഷ്ടപ്പെടുന്നോ? അങ്ങനെയില്ല. എല്ലാവരെയും കാരുണ്യത്തോടുകൂടി സ്നേഹിക്കുന്നതായിട്ടുള്ള പ്രിയതമനായിട്ടുള്ള ഹേ കണ്ണ തേ ജന്മന, അവിടുത്തെ ഈ ഒരു ജന്മം അവിടെ അങ്ങ് ഇവിടെ ഈ ഒരു എന്താണ് വൃന്ദാവനത്തിലെ ഗോകുലത്തില് ഇവിടെ വന്ന് ജനിച്ചത് തന്നെ എന്താണ്, അധികം ജയതി. അപ്പം ഈ ഗോകുലം പോലും അല്ലെ, വ്രജം അധികം, വ്രജഹ അധികം ജയതി. ഈ വ്രജം ഇന്ന് ഇത്ര കണ്ട് ജയിക്കാൻ കാരണം എന്താണ്? ഇത്ര കണ്ട് ഐശ്വര്യപൂർണ്ണമാകാൻ കാരണം എന്താണ്?
അങ്ങയുടെ ഒരു ജന്മം കൊണ്ട് മാത്രമാണ്. ശ്രയത ഇന്ദിര ശശ്വതത്രഹി. അപ്പം ഇന്ദിര ശശ്വൽ അത്ര ശ്രയത. അതുകൊണ്ട് എന്തായി, അങ്ങയെ സ്നേഹിക്കുവാൻ വേണ്ടി, അങ്ങയുടെ ആ ഒരു എന്താണ് അനുഭൂതി കിട്ടുവാൻ വേണ്ടി മാറത്ത് പറ്റി പിടിച്ചു കിടക്കുന്നതായിട്ടുള്ള ആ ലക്ഷ്മി ഭഗവതി. അതുകൊണ്ട് എന്തായി, അങ്ങ് ഇവിടെ വന്ന് ജനിച്ചത് കൊണ്ട് ലക്ഷ്മി ഭഗവതി ഇവിടെ എന്തായി, സ്ഥിരതാമസമായി അവിടെ. ശശ്വതത്രഹി, ശശ്വൽ അല്ലെ, ആ ഇന്ദിര ശ്രയത. അപ്പൊ മഹാലക്ഷ്മി എല്ലായ്പ്പോഴും അവിടെ തന്നെ ആശ്രയസ്ഥാനം ആയിരിക്കുന്നത് കൊണ്ട് ഈ ഗോകുലം മുഴുവൻ എന്തായി, ഇപ്പോ ഗോകുലം മുഴുവൻ ഐശ്വര്യത്തിന്റെ കൊടുമുടിയിലേക്ക് എത്തി നിൽക്കുന്നതായിട്ടുള്ള ഈ ഗോകുലം. അതിന് കാരണം എന്താണ്? തേ ജന്മന, അങ്ങ് കണ്ണ ഇവിടെ വന്ന് ജനിച്ചതുകൊണ്ടല്ലേ ഇന്ന് ഗോകുലം പോലും വിടർന്ന് ഉല്ലസിച്ച് സന്തോഷത്തിന്റെ ഇതിൽ നിൽക്കുന്നത്. പിന്നെയോ ദൈതദൃശ്യതാം ദിക്ഷുതാവകാസ്ത്വയി ധൃതാസ്തവ ത്വാം വിചിന്വതേ. അതുകൊണ്ട് അവിടെ പറയുന്നു താവക, അതായത് അങ്ങയിൽ ജീവനെ ധരിക്കുന്നവരായിട്ടുള്ള ഈ ഞങ്ങൾ അല്ലെ, ഞങ്ങളുടേതായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങയുടേതായിട്ടുള്ള ഈ ഞങ്ങൾ. താവക ത്വയി അല്ലെ, അപ്പം അങ്ങയുടേതായിട്ടുള്ള ഈ ഞങ്ങൾക്ക് ദിക്ഷുതാം വിചിന്വതേ, അതായത് ഈ അതായത് ദിക്കുകൾക്ക് തോറും ഞങ്ങളിതാ അന്വേഷിച്ചു കണ്ണ. എല്ലായിടങ്ങളിലും ഞങ്ങൾ അന്വേഷിച്ചു. ഇനി അന്വേഷിക്കാൻ ഒരു സ്ഥലമില്ല. എവിടെയൊക്കെയാണോ ഈ പ്രപഞ്ചം മുഴുവൻ അവിടെ നിന്ന് നോക്കി ഞങ്ങൾ പലയിടത്തും ചെന്ന് ഓരോരുത്തരായിട്ട് ചോദിച്ച് മടുത്ത് വന്നതിന് ശേഷം പിന്നീട് എന്തായി, ഞങ്ങളിതാ ഈ യമുനയുടെ മടിത്തട്ടിൽ കിടന്നുകൊണ്ട് ഞങ്ങളുടെ മനസ്സുകൊണ്ട് എല്ലാ ദിക്കുകളെയും വീക്ഷിക്കുന്നതോടെ, ലോകം എന്നുള്ളത് നമുക്കറിയാം, നമ്മളുടെ മനസ്സിലാണ് ലോകം നമ്മൾ എപ്പോഴും പറയും എന്ന് പറഞ്ഞതുപോലെ ഗോപികമാര് അവർക്കറിയാം അവരുടെ ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ആ കണ്ണൻ, ഞങ്ങളുടെ ഉള്ളിൽ ആ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള കണ്ണനെ ഞങ്ങളുടെ സ്ഥലം എല്ലായിടങ്ങളിലും ദിക്ഷുത്വാം വിചിന്വതേ, ഞങ്ങൾ അന്വേഷിച്ച് നടക്കുന്നു കണ്ണ. ഒന്ന് കാണിക്കൂ, ദൃശ്യതാം, ഒന്ന് അവിടുത്തെ ദർശനം ഞങ്ങൾക്ക് ലഭിക്കണേ. അങ്ങനെ പറയാണ്. യഥാർത്ഥത്തില് ഈ ഭഗവാൻ ഗോകുലത്തിലാണ് ജനിച്ചതെങ്കിലും ഈ ഗോപികമാരെ സംബന്ധിച്ചിടത്തോളം, ഗോപന്മാരെ സംബന്ധിച്ചിടത്തോളം ആർക്കും ഭഗവാൻ അവിടെ അല്ല ജനിച്ചതെന്ന് അറിയാൻ സാധിക്കില്ല. കാരണം എന്താണ്, ഇവരുടെയൊക്കെ അനുഭവം എന്താണ്? യശോദയ്ക്ക് അല്ലെ നന്ദഗോപർക്ക് ഉണ്ണി ഉണ്ടായിന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ശുഭവാർത്തയോടുകൂടിയാണ് അന്ന് പിറ്റേ ദിവസം രാവിലെ അവിടുന്ന് അവര് ഉണരുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം കണ്ണൻ ഇവിടെ എന്താണ് മധുരയിലാണെന്നോ ജയിലിലാണെന്നോ ജനിച്ചതെന്നുള്ളതിനെ കുറിച്ച് അവര് അറിഞ്ഞിട്ടേ ഇല്ല അവര് ശരിക്കും. അപ്പം യഥാർത്ഥത്തിൽ ജനങ്ങൾ മുഴുവൻ ധരിച്ചിരിക്കുന്നത് എന്താണ്? ഗോകുലത്തിലാണ് ജനിച്ചത്. അപ്പൊ ജനിച്ചത് മധുരയിലാണ് എങ്കിലും ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ ആ ഇന്ദിരയുടെ, ലക്ഷ്മി ഭഗവതിയുടെ ഒരു വാസസ്ഥാനം ആയിട്ട് മാറി ഇപ്പോൾ ഗോകുലം. അപ്പം ഇവിടെ നോക്കൂ, ആ ഭഗവാനിലാണ് ഗോപികമാരുടെ ജീവൻ നിലനിൽക്കുന്നത് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം കൊണ്ടാണ് എന്താണ് ധൃത താവക അല്ലെ, അവിടെ പറയുന്നുണ്ട്, അവിടെ താവക എന്നുള്ള ഒരു വാക്ക് അവിടെ ചേർത്തതിന് തന്നെ എന്താണ്, അങ്ങയുടെ ഈ ഞങ്ങൾ എന്നാണ് അവിടെ പറയുന്നത്. അങ്ങയുടെ ഈ ഞങ്ങൾക്ക് അവിടത്തേക്ക് ഒന്ന് കാണിച്ചു തരുവാൻ അവിടുന്ന് ഒരു അനുഗ്രഹം ഉണ്ടാകണേ എന്ന് അവിടെ പറയുന്നു. അപ്പം എന്താണ് യഥാർത്ഥത്തില് ഇനി അങ്ങക്ക് അത് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിച്ചില്ലെങ്കിൽ അത് ആർക്കാ ദോഷം? ആരുടെ ഈശ്വരത്താ പോകുന്നത്? അവിടുത്തെ ഈശ്വരത്താ പോകുന്നത് അല്ലേ? രുക്മിണി സമീപം പറയുന്നില്ലേ, രുക്മിണി സമീപത്തിൽ പറയുന്നുണ്ട്, അങ്ങ് എന്നെ അല്ലെ ഇവിടുന്ന് വിവാഹം കഴിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ അത് ആർക്കാ കേട്? കുറുക്കൻ അല്ലെ, സിംഹത്തിന് വെച്ച ഭക്ഷണം അത് കുറുക്കൻ കൊണ്ടുപോയാൽ ആർക്കാ കേട്? സിംഹത്തിനാ കേട്. അപ്പം ആ അങ്ങയുടെ ഉള്ളിൽ വസിക്കുന്നതായിട്ടുള്ള ഞങ്ങൾ, അതിന്റെ ആ കാഴ്ചപ്പാടൊന്ന് ആലോചിച്ച് നോക്കണം. കാരണം എന്താ വെച്ചാല് ഞങ്ങൾ ഒരിക്കലും ധരിച്ചിട്ടില്ല കണ്ണൻ വേറെയാണെന്നുള്ളത്. കാരണം കണ്ണനാണ് ഇന്ന് ഞങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും ഒക്കെ കണ്ണനാണ്. അങ്ങനെയാണെങ്കിൽ ഹേ കണ്ണ ഒന്ന് കാണിച്ചു തരൂ, ദൃശ്യതാം, ഒന്ന് ഞങ്ങൾക്ക് ആ ദർശനം ലഭിക്കുമാറാകട്ടെ. അപ്പൊ അവിടെ പറയുന്നുണ്ട് യഥാർത്ഥത്തില് ഈ പരമ ഐശ്വര്യം എന്നുള്ള ഒരു അർത്ഥത്തിൽ നിന്നാണ് ഇന്ദിര എന്നുള്ളൊരു വാക്ക് വന്നത്.
ഇന്ത് എന്നുള്ള ഒരു ധാതുവാണ്. ഇന്ത് എന്നുള്ള ഒരു ധാതുവിൽ നിന്നും ഐശ്വര്യപൂർണമായിട്ടുള്ള പരമൈശ്വര്യം എന്നുള്ളൊരു ഇതിൽ നിന്നാണ് ആ ഇന്ദിര എന്നുള്ളൊരു നാമം. അപ്പൊ എല്ലായിടത്തും ഐശ്വര്യം വിതറി നിൽക്കുന്നതായിട്ടുള്ള ആ ഗോകുലത്തില് ഇന്ന് ആ കണ്ണൻ വന്ന് ജനിച്ചത് കൊണ്ട് മാത്രമാണ് എന്ന് അവിടെ പറയുന്നു. അതുകൊണ്ട് അവിടെ ദൃശ്യത എന്ന് പറയുന്നതിന്റെ അതിനും കുറച്ചുകൂടി ഒരു ഇതുണ്ട്. കണ്ടാൽ കാണുക എന്നുള്ളതല്ല, വേഗം എന്നാണ്. ദൃശ്യതാം, വേഗത്തിൽ ഒന്ന് പ്രത്യക്ഷമായാലും. അസ്മാഭിർ ഭവാൻ ദൃശ്യതാം, വേഗത്തിൽ ഞങ്ങളുടെ മുമ്പിൽ വന്ന് പെടൂ കണ്ണ. അവിടുത്തെ ആ ജനങ്ങൾ അന്വേഷിച്ച് ക്ലേശിക്കുന്നതായിട്ടുള്ള അവസ്ഥ അങ്ങ് ഒന്ന് കാണൂ എന്നൊക്കെ അവര് അതിലൂടെ ആ കണ്ണനെ ബോധിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ ഇവിടെ. ഇപ്പൊ ശരിക്ക് ഈ ഒരു ഗോപികാഗീതത്തിന്റെ വൃത്തം എന്ന് പറഞ്ഞാൽ സമ്മതാവൃത്തം എന്ന് പറയും. സമ്മതാവൃത്തം അത് ഒരു എന്താ പറയണ്ടേ, സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും. നമ്മള് ഇതിൽ കേട്ടിട്ടുണ്ട്, സ്വാഗതം കൃഷ്ണ, ആ ഒരു ഇതും സമ്മതാവൃത്തത്തിലാണ്. അപ്പൊ എന്തായാലും ആ അത്യപൂർവമായിട്ടുള്ള ഒരു വൃത്തമാണ് ഈ സമ്മതാവൃത്തം. അപ്പം അങ്ങനെയുള്ള ആ സമ്മതാവൃത്തത്തിലൂടെ ഈ 18 ശ്ലോകം, 19ാമത്തെ ശ്ലോകം വസന്ത തിലകത്തിലേക്ക് കടക്കും. അങ്ങനെയുള്ള അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു വേറൊരു വലിയൊരു വിശേഷം, ദ്വിതീയ അക്ഷരപ്രാസം നമുക്ക് കാണാൻ സാധിക്കും. ജയതി, ശ്രയതി, ദയീത, ത്വയി, യ എന്നുള്ള ഒരു അക്ഷരം അത് വരാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ധാരാളം ഒരു മണിമുത്താണ് ഭാഗവതത്തിന്റെ ഇതില്. അത്ര കണ്ട് വിശേഷമായിട്ട് തന്നെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ശരദു, സരസി, സുരത, വരദ, ഓരോന്നിനും നോക്കി കഴിഞ്ഞാൽ രണ്ടാമത്തെ അക്ഷരം ഒരേപോലെ വരുന്ന രീതിയിൽ നമുക്കത് അവിടെ കാണാൻ സാധിക്കും. എന്തായാലും ഈ ഗോപികാ ഗീതം എന്നുള്ളത് അനേകം ഗോപികമാര് ചേർന്ന് ആലപിച്ചതാണ് എങ്കിലും അതിന് എന്താണ്, ഇവരുടെ ആ ഒരു മനോ ഐക്യത എന്ന് വേണമെങ്കിൽ പറയാം, പരസ്പര ബന്ധമുണ്ടെന്ന് പറയാണ്. അതായത് ഒരാള് സ്വയം രചിച്ച് ഉറക്കെ പറയുകയും പിന്നെ എല്ലാവരും കൂടി അത് സംഘമായിക്കൊണ്ട് അവിടെ തുടർന്ന് വീണ്ടും പാടുന്നു. അപ്പം ഇനി തുടർന്ന് വേറൊരാള് ആയാലും ഇതിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അത് പറയുന്നതെന്ന് അർത്ഥം. അപ്പൊ എല്ലാവരുടെയും മനോഗതി ഒന്നാണ് എന്ന് അവിടെ കാണിച്ചു തരിക അല്ലെ. ഇനി യുഗളഗീതം നമുക്കറിയാം, യുഗളഗീതം ഒന്ന് തുടങ്ങിയാൽ അടുത്ത അവസാനിപ്പിക്കുന്ന അടുത്ത ആളാ അല്ലെ. ഇവിടെ അങ്ങനെയല്ല. ഒരാള് ഏത് രീതിയിലാണോ അവര് ഭഗവാനെ വിളിച്ചങ്ങോട്ട് കരയുന്നത്, അതേ മാനസികാവസ്ഥയാണ് ഈ മറ്റേ ഗോപിക്ക് ഉണ്ടാകുന്നത്. അപ്പൊ പലരും കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ഗോപികാഗീതം പാടുന്നത് അവിടെ. അപ്പം അങ്ങനെ ഈ ഒരു മനസ്സിന്റെ ഐക്യം കൊണ്ടാണ് അവിടെ പരസ്പരം ബന്ധം അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നവിടെ പറയാണ്. അപ്പൊ ഇവിടെ ജന്മനാവ്രജ എന്നാകയാൽ അവര് ആ നന്ദഗോപ പുത്രനാണെന്നുള്ളത് ധരിച്ചുകൊണ്ട്, എന്നാൽ അവിടെ ഇനി അടുത്ത ശ്ലോകത്തിൽ പിന്നീട് പറയും സാത്വതാം കുലേ അല്ലെ, വസുദേവരുടെ കുലത്തിൽ ഉണ്ടായവനെന്നും അവിടെ പറയുന്നുണ്ട്. എങ്കിൽ പോലും അവിടെ ആ ഗോപികള് അവര് പറഞ്ഞു, കണ്ണൻ ഈ ഗോകുലത്തിൽ വന്ന് ജനിച്ചത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇത്ര കണ്ട് ഐശ്വര്യം ഉണ്ടായതെന്നും അങ്ങനെയുള്ള ഐശ്വര്യത്തിന് കാരണമായിട്ടുള്ള ഹേ കണ്ണ, ഞങ്ങൾക്ക് അവിടുത്തെ ഒന്ന് മുമ്പിൽ കാണാൻ വേണ്ടി അവിടുത്തെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ആ ഗോപികാഗീതം നമുക്കിന്ന് ഈ ഒരു ശ്ലോകം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. ഇങ്ങനെ ഓരോ ശ്ലോകങ്ങളും അതിന്റെ മാധുര്യം നമുക്ക് എത്ര കണ്ട് നമുക്ക് നൂരാൻ സാധിക്കുമോ അത്ര കണ്ട് നമുക്ക് നുകർന്നുകൊണ്ട് നമുക്ക് ഈ ഗോപികാഗീതം മുമ്പോട്ട് കൊണ്ടുപോകാം. ഇന്ന് ആ പാരായണത്തിലേക്ക് നമുക്കിപ്പോ കിടക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.